റാലികളില്ല, കൊടിയില്ല, വലിയ നേതാക്കളില്ല. പക്ഷെ കേവലം ദിവസങ്ങൾക്കുള്ളിൽ അവർ നേടിയെടുത്തത് 1 കോടിയിലധികം അനുയായികളെയാണ്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സസ്പെൻസാണ്. ഇതിനെ ഒരു തമാശയായി കാണാൻ വരട്ടെ. കാരണം ഈ കോക്രോച്ചുകൾ ഇന്ന് ഇന്ത്യയിലെ വമ്പൻ രാഷ്ട്രീയ പാർട്ടികളിലെ ഉറക്കം കെടുത്തുകയാണ്. ആരാണിവർ? എന്തിനു വേണ്ടിയാണ് ഇവർ സുപ്രീം കോടതിയോട് യുദ്ധം പ്രഖ്യാപിച്ചത്? വെറും 10 ദിവസം കൊണ്ട് ഇന്ത്യയിലെ യുവത്വം ഒരു കോക്രോച്ചിനെ തങ്ങളുടെ നേതാവായി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJPയുടെ ഞെട്ടിക്കുന്ന കഥ. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റം നിങ്ങൾ അറിയാതെ പോകും. എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം? അവിടെ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നിന്നാണ് ഈ വിപ്ലവത്തിന്റെ വിത്ത് പാകിയത്. മെയ് മാസം 15-ാം തീയതി സാധാരണ ഒരു കോടതി നടപടി. ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു ഹർജി പരിഗണിക്കവേ നടത്തിയ ചില നിരീക്ഷണങ്ങളാണ് ഇന്ത്യയെ ഇളക്കി മറിച്ചത്. ജോലിയില്ലാത്ത, സോഷ്യൽ മീഡിയയിൽ സജീവമായ യുവാക്കളെയും RTI ആക്ടിവിസ്റ്റുകളെയുമെല്ലാം അദ്ദേഹം കോക്രോച്ചസിനോടും പരാന്നഭോജികളോടും ഉപമിച്ചു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. യുവത്വം തൊഴിലില്ലാതെ നടക്കുന്നു, അവർ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുകയാണ്. ഈ ഒരു അർത്ഥത്തിൽ വന്ന ആ പരാമർശം ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് യുവാക്കളുടെ ഹൃദയത്തിലാണ് തറച്ചത്. പരീക്ഷാ പേപ്പർ ചോർച്ച കാരണം ഭാവിയറ്റവർ, ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി ജോലി തേടി അലയുന്നവർ, അവർക്ക് ആ വാക്ക് ഒരു മുറിവായി മാറി. പക്ഷെ അവരാരും തെരുവിലിറങ്ങി കല്ലെറിഞ്ഞൊന്നുമില്ല, അവർ മുദ്രാവാക്യവും വിളിച്ചില്ല. പകരം അവരൊരു ഡിജിറ്റൽ യുദ്ധം പ്രഖ്യാപിച്ചു. ശരി, ഞങ്ങൾ പാറ്റകളാണെങ്കിൽ ഇനി ആ പാറ്റകളുടെ ശബ്ദം ഈ രാജ്യം കേൾക്കും. ഈ വാശിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ആശയത്തിലേക്ക് നയിച്ചത്. ഒരു പാർട്ടി ഉണ്ടാക്കാൻ വർഷങ്ങളുടെ അധ്വാനം വേണം. എന്നാൽ CJP ജനിച്ചത് മണിക്കൂറുകൾക്കുള്ളിലാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രം നിലവിൽ അമേരിക്കയിൽ താമസമാക്കിയ അഭിജിത്ത് ദീപ് കെ എന്ന യുവാവാണ്. മുൻപ് ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത വ്യക്തിയാണ്. മാത്രമല്ല, ഈ പേജിന്റെ ഫോളോവിംഗ് ലിസ്റ്റ് ഒന്ന് നോക്കണം. 3 പേരെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് അഭിജിത്താണ്, ബാക്കി 2ഉം AAPയുടെ സ്വന്തം ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുവാക്കളുടെ പൾസ് കൃത്യമായി അറിഞ്ഞ മെയ് 16-ന് ഇദ്ദേഹം എക്സിൽ ഒരു ചോദ്യം ചോദിച്ചു. നമുക്കൊരു കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങിയാലോ? വെറും നിമിഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് യുവാക്കൾ അതിൽ ചേരാൻ സന്നദ്ധത അറിയിച്ചു. തമാശയായി തുടങ്ങിയ ഒരു കാര്യം ഒരു ദേശീയ വികാരമായി മാറി. അവരൊരു ലോഗോ ഉണ്ടാക്കി. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാറ്റ അവരുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. രാഷ്ട്രീയത്തെ ഗൗരവമായി കാണുന്നവർക്ക് മുന്നിലേക്ക് ആക്ഷേപഹാസ്യം, സട്ടയർ ഒരു ആയുധമാക്കി അവർ എറിഞ്ഞു കൊടുത്തു. ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഏകദേശം 1 കോടി ഫോളോവേഴ്സ്. ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയോ ദേശീയ പാർട്ടികളുടെയോ പേജുകൾക്ക് പോലും ഇല്ലാത്ത വേഗത്തിലുള്ള വളർച്ച, അതിവേഗ വളർച്ച. എന്താണ് ഇവരെ ഇത്രമേൽ പ്രിയങ്കരമാക്കുന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കടക്കാം. CJP സ്വയം വിശേഷിക്കുന്നത് സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആൻഡ് ലേസി പാർട്ടി എന്നാണ്. പക്ഷേ അവരുടെ പ്രകടന പത്രിക, മാനിഫെസ്റ്റോ വായിച്ചാൽ ആരും ഒന്ന് അമ്പരന്ന് പോകും. ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയും ചോദിക്കാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങളാണ്. സാക്ഷാൽ സുപ്രീം കോടതിക്കെതിരെ തന്നെ നിന്നുകൊണ്ട് ഈ പാർട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ ആവശ്യം പറയാം, ജഡ്ജിമാർക്ക് വിലക്കം. സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഉള്ള ജഡ്ജിമാർ വിരമിച്ച ഉടനെ തന്നെ രാജ്യസഭയിലേക്കോ മറ്റ് സർക്കാർ പദവികളിലേക്കോ പോകുന്നത് നിരോധിക്കണമെന്ന്. നീതിപീഠത്തിന്റെ സുതാര്യത ഉറപ്പാക്കാൻ ഇത് അത്യാവശ്യമാണെന്നാണ് അവർ വാദിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആവശ്യം നോക്കാം. 50% സ്ത്രീ സംവരണം. മന്ത്രിസഭയിലും നിയമസഭയിലും പകുതി സീറ്റുകൾ സ്ത്രീകൾക്ക് നൽകണം. അങ്ങനെ ഈ ഒരു ആവശ്യം മുഖേന സ്ത്രീകളുടെ പിന്തുണയും CJPക്ക് ലഭിക്കും. മൂന്നാമത്, കാലുമാറ്റക്കാർക്ക് പണി കൊടുക്കും. ഒരു പാർട്ടിയിൽ നിന്നും ജയിച്ചിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചാടുന്ന എല്ലാ MP-മാരെയും MLA-മാരെയും 6 വർഷത്തേക്കെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കണമെന്ന്. ഇനി നാലാമത്തെ ആവശ്യം, മാധ്യമ വിചാരണ. ജനങ്ങളെ വഴിതെറ്റിക്കുന്ന വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മീഡിയ ചാനലുകൾക്ക് കനത്ത പിഴയും ലൈസൻസ് റദ്ദാക്കലും. അല്ല, മദ്യനയ കേസൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുമോ? അതൊന്നും AAPക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ. എന്തായാലും പരീക്ഷാ ക്രമക്കേടുകൾ തടയുക, യുവാക്കൾക്ക് അന്തസ്സുള്ള ജോലി ഉറപ്പാക്കുക. ഇതൊക്കെ കേവലം മീമുകളിലൂടെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ജനങ്ങൾ ഗൗരവമേറിയ ചർച്ചകൾ ബോറടിച്ച് ഒഴിവാക്കുമ്പോൾ ഇവർ ഒരു തമാശയിലൂടെ രാഷ്ട്രീയത്തിന്റെ മർമ്മത തൊടുകയാണ്. CJP ഒരു തരംഗമായി മാറിയത് പ്രതിപക്ഷ നേതാക്കൾ പോലും ഇതിൽ ഭാഗമായപ്പോഴാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയും കീർത്തി ആസാദും തങ്ങൾ CJPയിൽ ചേരുകയാണെന്നൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ചു. ഞങ്ങളും പാറ്റകളാണ് എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറി. ഇപ്പം നിലവിൽ വളരെ ട്രെൻഡിങ് ആണ് കോക്രോച്ച് പാർട്ടി. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് ഏകദേശ ധാരണയുണ്ടെങ്കിൽ മനസ്സിലാക്കും. ഇന്ന് CJP വെറും ഒരു ഇൻസ്റ്റഗ്രാം പേജും അല്ല, അതൊരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ബന്ധുക്കളോട് ഞാൻ
ഞാനൊരു കോക്രോച്ച് ആണ് എന്ന് അഭിമാനത്തോടെ പറയാൻ യുവാക്കളെ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റാർട്ടപ്പ് മോഡലിലാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. എന്തായാലും ഇതിന് വളരെ വലിയൊരു ഫണ്ടിങ് ഉണ്ട്, ഇതിന് ബ്രാൻഡിങ്ങും ഉണ്ട്, വ്യക്തമായ പ്രത്യയശാസ്ത്രവും ഉണ്ട്, ഇതിന് വളണ്ടിയർമാരും ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് ഇവർക്ക് അനുയായികളുണ്ട്. എങ്ങനെയെന്ന് ചിന്തിച്ചു നോക്കൂ, വെറും 10 ദിവസം കൊണ്ട് വലിയൊരു സപ്പോർട്ട് ഇല്ലാതെ ഇങ്ങനെ സാധിക്കില്ല. അപ്പോൾ കോക്രോച്ചുകൾക്ക് അറ്റോമിക് ബോംബ് സ്ഫോടനത്തെ പോലും അതിജീവിക്കാൻ കഴിയൂ എന്ന ശാസ്ത്ര സത്യത്തെയൊക്കെ അവർ തങ്ങളുടെ ശക്തിയെ കാണുന്നുണ്ട്. ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങളെ നിങ്ങൾ എത്ര ചവിട്ടി അരച്ചാലും ഞങ്ങൾ വീണ്ടും വരും. ഇതൊരു ശക്തമായ താക്കീതാണ്. ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. സോഷ്യൽ മീഡിയയിൽ ഈ 1 കോടി ഫോളോവേഴ്സ് നാളെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുമോ? ഇന്ത്യയിൽ ഇതിനു മുമ്പ് ആം ആദ്മി പാർട്ടി ഒരു വിപ്ലവമായി വന്നിട്ടുണ്ട്. പക്ഷേ CJP വ്യത്യസ്തമാണ്. അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ അവർക്ക് വേണമെങ്കിൽ പറയാം നാളെ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്താൽ മതിയെന്ന്. യുവാക്കൾ അത് വിശ്വസിക്കും. യുവാക്കൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയോട് അത്രത്തോളം അട്രാക്റ്റീവാണ്, അടിമകളാണ്. അപ്പോൾ ഇന്ത്യയിലെ ജെൻസി തലമുറയുടെ രാഷ്ട്രീയമാണിത്. അവർക്ക് പഴയ ജാതി സമവാക്യങ്ങളോ മതപരമായ തർക്കങ്ങളോ ഒന്നും വേണ്ട. അവർക്ക് ജോലി വേണം, അവർക്ക് സുതാര്യത വേണം, അടിച്ചുപൊളിച്ച് ജീവിക്കണം, ഫോണ് നല്ലൊരു ഐഫോൺ വേണം, നല്ല പ്രിവിലേജ്ഡായി ജീവിക്കണം, അവർക്ക് അന്തസ്സുള്ള ജീവിതം വേണം. നേപ്പാളിലെ യുവാക്കൾ രാഷ്ട്രീയത്തിൽ അട്ടിമറി നടത്തിയത് നമ്മൾ കണ്ടല്ലോ. ഇന്ത്യയിൽ CJP ചെയ്യുന്നത് ആ വിപ്ലവത്തിന്റെ ഡിജിറ്റൽ രൂപമാണ്. വേണ്ടി വന്നാൽ ഒരു ഭരണകൂട അട്ടിമറിക്ക് ഇവിടുത്തെ യുവാക്കളെ സജ്ജമാക്കി നിർത്താൻ വേണ്ടി സോഷ്യൽ മീഡിയ പവർ ഉപയോഗിച്ച് എങ്ങനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാമെന്ന് ഇവർ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, ഒരു പാർട്ടിയെ നിങ്ങൾ കാണുമ്പോൾ അത് വെറും ഒരു ജീവിയാണ്. എന്നാൽ ആയിരക്കണക്കിന് പാർട്ടികൾ ഒന്നിച്ചു വന്നാൽ അതിനെ ആർക്കും തടയാനാകില്ല എന്നൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇവർ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. കെജ്രിവാളിന്റെ ബുദ്ധിയാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. AAPയുടെ എന്തായാലും നല്ലൊരു സപ്പോർട്ട് ഇതിനുണ്ട്. കൂടാതെ ധ്രുവറാത്തിയുമായുള്ള ബന്ധം വരെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ രാഷ്ട്രീയം മാറുകയാണ്. ജനസയ്ക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം. എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലിരുന്ന് യുവാക്കളെ അധിക്ഷേപിക്കുന്നവർ ഒന്ന് ഓർക്കുക, നിങ്ങളുടെ ഓരോ വാക്കും നിരീക്ഷിക്കാൻ പുറത്ത് ദശലക്ഷക്കണക്കിന് കോക്രോച്ചുകൾ കാത്തിരിപ്പുണ്ട്. CJP ഒരു തമാശയായി തുടങ്ങിയതാകാം, പക്ഷെ അത് എത്തി നിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന കൂട്ടായ്മയിലേക്കാണ്. ഇതെന്ത് സംഭവിക്കുമെന്ന് എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇതിന് വേണമെങ്കിൽ നമ്മുടെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വരെ ശ്രമിക്കാനുള്ള കരുത്ത് നിലവിലുണ്ട്. ഇത് രാഷ്ട്രീയത്തിന്റെ പുതിയ മുഖമാണ്. പണമില്ലാത്തവന്റെ, മടിയനെന്ന് വിളിക്കപ്പെടുന്നവന്റെ, തൊഴിലില്ലായ്മ അനുഭവിക്കുന്നവന്റെ, സാധാരണക്കാരന്റെ ഡിജിറ്റൽ വിപ്ലവം. ഇന്ത്യൻ രാഷ്ട്രീയം ചാണക്യതന്ത്രങ്ങളുടെയും കോടികളുടെ പരസ്യങ്ങളുടെയും ആയുധബലത്തിന്റെയും ലോകം. ഇവിടെ അധികാരം പിടിച്ചെടുക്കാൻ കുടുംബമഹിമ വേണം, പണക്കൊഴുപ്പ് വേണം, അല്ലെങ്കിൽ വലിയൊരു ജനക്കൂട്ടത്തിന്റെ പിൻബലം വേണം. എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിന്റെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ CJP ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ സിംഹാസനങ്ങളെ വിറപ്പിക്കാൻ ഒരു പുതിയ ശക്തി ഇഴഞ്ഞു കയറുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഈ സുപ്രീം കോടതിയുടെ ആ പരാമർശത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.